നമസ്കാരം. കേരളത്തിലേക്ക് വൻതോതിൽ മാരക ലഹരി മരുന്നുകൾ എത്തിക്കുന്ന അന്തർ സംസ്ഥാന ശൃംഖലയിലെ മുഖ്യ സൂത്രധാരനായ വിദേശി പന്തളം പോലീസിന്റെയും പത്തനംതിട്ട ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും സംയുക്ത നീക്കത്തിലൂടെ ഡൽഹിയിൽ വെച്ച് പിടിയിലായി. നൈജീരിയൻ സ്വദേശിയായ സാമുവൽ ക്ലെബ്സൺ ഒഗാഫോറാണ് അറസ്റ്റിലായത്. കാറിന്റെ ഡീസൽ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച് ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 392.296 ഗ്രാം MDMA പിടികൂടിയ കേസിന്റെ തുടരന്വേഷണത്തിലാണ് ലഹരി മാഫിയയിലെ ഈ വമ്പൻ സ്രാവിലേക്ക് പോലീസ് എത്തിയത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സബ് ഇൻസ്പെക്ടർ M. മനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പന്തളം വലിയ പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിൽ ബംഗളൂരുവിൽ നിന്നും എത്തിയ കാർ കസ്റ്റഡിയിലെടുത്തു. വിശദമായ പരിശോധനയിൽ കാറിന്റെ ഡീസൽ ടാങ്കിനകത്ത് ഒളിപ്പിച്ച നിലയിൽ 395.296 ഗ്രാം MDMA കണ്ടെടുത്തു. തുടർന്ന് കാറിലുണ്ടായിരുന്ന ഒന്നാം പ്രതി മുഹമ്മദ് ഷാ, രണ്ടാം പ്രതി ഷംനാദ് എന്നിവരെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് R. IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. നാർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി പ്രകാശ് KS, അടൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാർ VS എന്നിവരുടെ നേതൃത്വത്തിൽ പന്തളം ഇൻസ്പെക്ടർ സജീഷ് കുമാർ V, സബ് ഇൻസ്പെക്ടർമാരായ മനീഷ്, വിഷ്ണു UV എന്നിവരടങ്ങിയ സംഘം പ്രതികളുടെ മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് വൻ ലഹരി പണ ഇടപാടുകൾ പുറത്തു വന്നത്. ഒന്നാം പ്രതി മുഹമ്മദ് ഷായുടെ ഭാര്യ ഷെബീന ഖാൻ തന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 3,12,000 രൂപ ഈ നൈജീരിയൻ സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയതായി പോലീസ് കണ്ടെത്തി. തുടർന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഷെബീന ഖാനെ മെയ് 18-ന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ സാമുവൽ ക്ലെബ്സൺ ഹിമാചൽ പ്രദേശിലെ ഷിംല സദർ പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ മയക്കുമരുന്ന് കേസുണ്ടെന്ന് വ്യക്തമായി. ഇതോടെ ഇയാളെ കേസിൽ മൂന്നാം പ്രതിയായി ഉൾപ്പെടുത്തിയ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. പ്രതി ഡൽഹിയിലുണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിഷ്ണു UV, ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ മനീഷ് M എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഡൽഹിയിലെത്തി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ജൂൺ 5-ാം തീയതി വിജയകരമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ നിലവിൽ പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരിമരുന്ന് കടത്ത് സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കഞ്ചാവ്, MDMA കൂടാതെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ കടത്തുന്നവർക്കെതിരെ നടപടികൾ കൂടുതൽ ഊർജിതമായി തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചതിനു ശേഷം ശക്തമായ പരിശോധനകളും കർശന നടപടികളുമായി പത്തനംതിട്ട ജില്ലാ പോലീസ് മുന്നോട്ട് പോവുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPS അറിയിച്ചു. ലഹരിമരുന്ന് വിൽപ്പനയും ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച മാത്രം ജില്ലയിൽ 18 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 19 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ജില്ലയിൽ അറസ്റ്റിലായവരുടെ എണ്ണം 87ആയി. ലഹരി വിപത്തിനെതിരെയുള്ള നടപടികൾ കൂടുതൽ കർശനമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ജില്ലാ പോലീസ് അവിടെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പന്തളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് പന്തളം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 395 ഗ്രാംസ് പിടിച്ച കേസിലുള്ള അന്വേഷണമാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആൾറെഡി നടത്തിയ ഒരു 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രതികളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതാണ്. അവരുടെ കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചതും നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് അന്വേഷിച്ചപ്പോൾ ഈ സപ്ലൈ ചെയിനുള്ള ഒരു പ്രധാന കന്യാണ് ഇദ്ദേഹമാണ് ഈ സാമുവൽ ക്ലെബ്സൺ. ഇദ്ദേഹം ഒരു നൈജീരിയൻ നാഷണലാണ്.